വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, അപ്പൊ നമ്മൾ അങ്ങനെ 7th എത്തിയിരിക്കുകയാണ് അല്ലെ. ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 6th നിന്നും ഒരുപാട് മാറ്റമുള്ള കാര്യങ്ങളാണ് ഈ 7th നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. നമ്മുടെ ബേസിക് സയൻസ് നമുക്ക് അതിലെ 3 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതിൻ്റെയൊക്കെ? ഫിസിക്സിന്റെ, കെമിസ്ട്രിന്റെ, ബയോളജിന്റെ. അങ്ങനെ ഈ 3 സബ്ജക്റ്റിനെയും ചാപ്റ്റേഴ്സ് ഇടകലർത്തിയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ ബേസിക് സയൻസിന്റെ സിലബസ്, അതായത് നമ്മുടെ സയൻസ്. അതിലെ ഫിസിക്സിലെ ചാപ്റ്റർ ആണ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി, സർക്യൂട്ട്സ് ആൻഡ് ദെയർ കമ്പോണന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അല്ലെ, ഭയങ്കര ടഫായിട്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കിട്ടിയ സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി, സർക്യൂട്ട്സ് ആൻഡ് ദെയർ കമ്പോണന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സർക്യൂട്ട്സ് അല്ലെ, എങ്ങനെ സർക്യൂട്ട് വരക്കും? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും 100% ഷുവർ ആണ്. നോക്കാം അല്ലെ, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നത് ചോദിച്ചിരിക്കുന്നത്. Draw the circuit diagram to represent the circuit shown in the figure. അല്ലെ, ദാ ഒരു ബൾബ് ഉണ്ട്, ദാ ഒരു സെല്ല് ഉണ്ട് അല്ലെ. ഇതിനെ നമ്മൾ പലപ്പോഴും ബാറ്ററി എന്നാ വിളിക്കല് അല്ലെ. ബാറ്ററി ഇനി നിങ്ങൾ വിളിക്കാൻ പാടില്ല, കാരണം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച ആൾക്കാരാണ് അല്ലെ. ഇത് ഒറ്റൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സെൽ എന്നാണ് വിളിക്കുക. ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ ബാറ്ററി എന്ന് വിളിക്കാവൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്തൊരു പിന്ന്, അതെന്ത് സംഭവം അല്ലെ. എല്ലാം നമ്മൾ എന്ത് ചെയ്യടാ, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ പിന്ന് അല്ലെ, പിന്നിലൂടെയാണ് ഇവിടേക്കുള്ള കണക്ഷൻ നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നത് അല്ലെ. പിന്നെ ഇതിനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇതിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഒഴുകും, ഇലക്ട്രിസിറ്റി വിൽ ഫ്ലോ അല്ലെ. ഇത് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ, ഇതുപോലെ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റി ഒഴുകൂല അല്ലെ. അപ്പൊ നമ്മളെ വീട്ടിലൊരു ബൾബൊക്കെ നമ്മളിങ്ങനെ പിന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണോ? അല്ല, നമ്മൾ വേണ്ടെങ്കിലും നമ്മള് സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു അല്ലെ. അപ്പൊ അതേ പർപ്പസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്താണ്? സ്വിച്ച് ആണ് കേട്ടോ. അപ്പൊ സ്വിച്ചിന് എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കൊടുക്കുക? അതുപോലെ തന്നെ ദാ ഇത്രയും വലിയ സെല്ലിന് എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരക്കുമ്പോൾ കൊടുക്കുക? ദാ ഇതുപോലെ അല്ലെ, ഇതുപോലെ. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാ കൊടുക്കുക അല്ലെ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മൾ വലിയ ബിൽഡിങ്സിന്റെ നമ്മള് ചിലപ്പോൾ അല്ലെ ഭാവിയിൽ നമ്മൾ വല്ല എഞ്ചിനീയർ ഒക്കെ ആയാല് അല്ലെ കൂടുതൽ അല്ലെ കാര്യങ്ങൾ അല്ലെ വലിയ രീതിയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അല്ലെ നമുക്ക് ഒരുപാട് സർക്യൂട്ടുകളൊക്കെ നമുക്ക് വരക്കാനുണ്ടാകും. അത് മാത്രമല്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ ടോട്ടലി അല്ലെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വീടുകളാണ് അല്ലെ. അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് ഓരോരോ സർക്യൂട്ടുകൾ വരച്ചിട്ടാണ്, അല്ലെങ്കിൽ ആദ്യം സർക്യൂട്ട് ഡയഗ്രം വരച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയാണ് നമ്മളിങ്ങനെ കണക്ഷനൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ വരച്ചിട്ട് അത് സെറ്റപ്പ് ആണ്, അത് ഓക്കെ അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ വീട്ടിലൊക്കെ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ദാ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേതാ നോക്കിക്കോ. ഇതാണ് നമ്മളുടെ സ്വിച്ച് കേട്ടോ. സ്വിച്ച് ആണ് ഇത് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നമ്മളുടെ സെല്ലാണ്. ഇതെന്താണത് പിന്നെ കണ്ടാൽ അറിയാം, ഇത് ബൾബാണ്. എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ വരക്കതാ ഇതുപോലെ. ആ സെല്ലിനെ നമ്മൾ ഇങ്ങനെ, സ്വിച്ചിനെ നമ്മളെ വീട്ടിലെ സ്വിച്ച് സാധാരണ ഇങ്ങനെയാണ് അല്ലെ. ഇങ്ങനെ ആ ബൾബിനെ എൻ്റെ വീട്ടിലെ ബൾബ് ഇങ്ങനെയാണോ നമ്മൾ വരക്കുക? അല്ല, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു സർക്യൂട്ടിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ മൊത്തം അല്ലെ ഒരു കണക്ഷൻ നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടാ ഓരോ ബൾബിന് അല്ലെ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് സിമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് സർക്യൂട്ട് ആൻഡ് ദെയർ കമ്പോണന്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊക്കെ എന്ത് വരക്കുന്നുണ്ടാ, ഓരോരോ സിമ്പിൾസ് നമ്മൾ വരക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. ബൾബിനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ബൾബ്. ഇതാണടാ ബൾബ് കേട്ടോ. ബൾബ് ഇതാണ് നമ്മളുടെ ബൾബ്. ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നു. അല്ലെ, മലയാളത്തിൽ താന്ന് എഴുതി ചെറിയ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. ഇനി നമ്മളുടെ സെല്ലിനെ നമ്മൾ ഒരു വലിയ ലൈനും ചെറിയ ലൈനും കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. വലിയ ലൈനും ചെറിയ ലൈനും. നമ്മൾ സ്വിച്ചിന് കൊടുക്കുക രണ്ടിങ്ങനെയാണ്. കണക്റ്റഡ് ആണെങ്കിൽ, അവർ ഓൺ കണ്ടീഷനിലാണെങ്കിൽ ഈ രണ്ടിനെ നമ്മൾ യോജിപ്പിക്കും. ഇവിടെ നോക്കടാ, ഇത് കണക്റ്റഡ് അല്ലല്ലോ അല്ലെ, പിന്നെ അതുമായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. സോ ദ സർക്യൂട്ട് ഡയഗ്രം ഇസ് ഹിയർ അല്ലെ. നമ്മൾ അതിൽ പറഞ്ഞ ബൾബ് ഉണ്ട് അല്ലെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു, അതിൽ എന്തുണ്ട്, സ്വിച്ച് ഉണ്ട് അല്ലെ. സ്വിച്ച് അതിൽ താഴെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, താഴെ കൊടുക്കുന്നു അല്ലെ. ഡിസ്കണക്റ്റഡ് ആണ്, സോ ഇങ്ങനെ കൊടുക്കുന്നു.
കൊടുക്കുന്നു. പിന്നെന്താ നമ്മൾ പറയുന്നത്, അതിലെന്തുണ്ട്, ബൾബ് ഉണ്ട് അല്ലേ. ബൾബ് എങ്ങനെയാ, ഇതാ അല്ലേ, ബൾബ് ഉണ്ട്. ബൾബ് നമ്മൾ ഓൾറെഡി വരച്ചു. പിന്നെന്താ അതിലുള്ളതടാ, നമ്മളുടെ സെല്ലുണ്ട് അല്ലേ. എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. സോ ഇതാ നമ്മളുടെ ചിത്രം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ദാ ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇതെന്താണ്, വാട്ട് ഈസ് ദ സിമ്പിൾ അല്ലെ. ഇലക്ട്രിക് സർക്യൂട്ട് വരക്കുമ്പോൾ ഈ സിമ്പിൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ 7th CBSE ചാനലിൽ നിങ്ങളുടെ ക്ലാസ് ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടുകൂടെ തന്നെ സൈലത്തെക്കുറിച്ചും സൈലത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ.